ന്യൂസ് 18 പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ പലതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിലപാടുകൾ സംഘടനകൾ സ്വീകരിക്കുന്നുണ്ട്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം കേരളത്തിനെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറുമ്പോൾ ഇപ്പോൾ പുതിയൊരു നീക്കവുമായി സമസ്ത മുന്നോട്ട് വരുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുക്കുകയാണ് സമസ്ത. ഇപ്പോൾ സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ചാണ് ഈ കണക്കെടുപ്പ് എന്നാണ് ന്യൂസ് 18 കണ്ടെത്തിയിരിക്കുന്നത്. വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താനാണ് ശ്രമമെന്നാണ് ഇവരുടെ പ്രചാരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉദ്യമമെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. ഗൂഗിൾ ഫോം വഴിയാണ് വിവരശേഖരണം നടത്തുന്നത്. ഈ ഗൂഗിൾ ഫോമിൻ്റെ ദൃശ്യങ്ങളടക്കം ന്യൂസ് 18 പ്രേക്ഷകർക്കായി പുറത്തുവിടുന്നുണ്ട്. സ്കൂളിൻ്റെ പേര്, സ്ഥലം, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾ അടക്കമാണ് സർവേയിൽ ശേഖരിക്കുന്നത്. വിവരശേഖരണത്തിന് ശേഷം ഇക്കാര്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്നാണ് ഇവരുടെ പ്രഖ്യാപനം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഫോമാണ്. ഈ ഗൂഗിൾ ഫോമിൽ സ്കൂളിൻ്റെ പേരുണ്ടാകും, ഒപ്പം ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉണ്ടാകും, സ്ഥലം എവിടെയാണ് എന്നതും കൃത്യമായി വെക്കും. ഒപ്പം ഈ കുട്ടിയുടെ എന്താണ് കുട്ടിയോട് വിവരിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളും കൂടി അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വലിയ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്നാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഇതിപ്പോൾ നമ്മൾ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹിജാബ്. അതിൽ പള്ളുരുത്തി സ്കൂളിൻ്റെ പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ന് രാവിലെ വന്ന പുതിയ വിവരമനുസരിച്ച് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുന്നില്ല. തൽക്കാലം കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന നിലപാടാണ്. കോടതി ചില ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിനോടും ഹർജി നൽകിയവരോടൊക്കെ ചോദിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം സമസ്തയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ? രഞ്ജിത്ത്, നമുക്കറിയാം ഹിജാബ് വിഷയത്തെ തുടർന്ന് വലിയ തോതിൽ തന്നെ മുസ്ലിം സാമുദായിക സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഈ വിഷയത്തിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും ആ സാഹചര്യങ്ങൾ മാറിയതിനനുസരിച്ച് എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇറങ്ങുന്നു. അതിനപ്പുറം ഇനി ഒരിടത്ത് ഇതേ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മഫ്ത ധരിക്കാൻ, അതായത് ഹിജാബ് ധരിക്കാൻ അനുമതിയില്ലാത്ത സ്കൂളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഈ സംഘടനകൾ കടന്നിരിക്കുന്നത്. സമസ്തയുടെ പോഷക സംഘടന SKSFന്റെ നേതാക്കളാണ് ഈ ഒരു നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. SKSFന്റെ നേതാവായ സത്താർ പന്തലൂരാണ് അദ്ദേഹമാണ് ഫേസ്ബുക്ക് വഴി ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്ന കാര്യം ആദ്യം പങ്കുവച്ചതും തുടർന്ന് ഒരു ഗൂഗിൾ ഫോം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിലൂടെ അറ്റാച്ച് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഈ സ്കൂളിന്റെ പേര്, സ്ഥലം, ഇതേത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പരിധിയിലാണ്, താലൂക്ക്, ജില്ല തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ കോളങ്ങളാണ് ഉള്ളത്. ഇത് ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ ഹിജാബ് അല്ലെങ്കിൽ മഫ്ത ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അവരെ തിരിച്ചറിയുവാനും അത് പരസ്യപ്പെടുത്തുവാനും അത്തരത്തിൽ ഒരു സംഘടിത നീക്കത്തിന് വഴിയൊരുക്കുവാനുമാണ് ഇപ്പോൾ ഈ ഒരു നീക്കം കൊണ്ട് ഈ സമസ്തയുടെ ഭാഗമായിട്ടുള്ള പോഷക സംഘടനകൾ ലക്ഷ്യമിടുന്നത്. സമസ്ത ഔദ്യോഗികമായിട്ടല്ല ഇത് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഔദ്യോഗികമായിട്ടല്ല, അനൗദ്യോഗികമായിട്ടുള്ള നീക്കമാണ് ഈ ഒരു തരത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങളിൽ മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടാൻ വൈകി എന്ന ഒരു ആക്ഷേപം പല സംഘടനകൾക്കുമുണ്ട്. പക്ഷേ അതൊരു തീവ്രമായിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായ ഒരു വർഗീയ ശക്തികൾക്ക് മുതലെടുപ്പിനുള്ള നീക്കമാകുമോ എന്ന ഘട്ടത്തിലാണ് ആദ്യം ഇടപെടാത്തത് എന്നാണ് ഇവരുടെയൊക്കെ വിശദീകരണം. പക്ഷേ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതോടെ ഇതിന്റെ ഗതി മാറുകയും മുസ്ലിം ലീഗ് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. അതിന്റെ കൂടെ ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കുവാൻ. ഇപ്പോൾ ഈ ഒരു നീക്കവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് സമസ്തയുടെ ഭാഗമായിട്ടുള്ള എന്നാൽ ലീഗിനോട് അത്ര ചേർന്ന് നിൽക്കാത്ത വിഭാഗക്കാരാണ് എന്നതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയമായിട്ട് മറ്റൊരു തലത്തിലേക്ക് എത്താനുള്ള സാധ്യതയും മുന്നിൽ കണ്ടു തന്നെ വേണം ഈ ഒരു വിഷയത്തെ സമീപിക്കുവാൻ. പ്രത്യേകിച്ച് ഇതിലെ രാഷ്ട്രീയം നമുക്കറിയാം. ലീഗ് എന്തുകൊണ്ട് ഇതിൽ ആദ്യം ഇടപെട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കോൺഗ്രസും ഈ ക്രൈസ്തവ സംഘടനകളുമായുള്ള ബന്ധം UDFനെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ലീഗ് ആദ്യഘട്ടത്തിൽ ഒരല്പം പിറകിലേക്ക് നിന്നത്. അതോടൊപ്പം തന്നെ SDP അടക്കമുള്ളവരാണ് ഇതിൽ ആദ്യം മുന്നിട്ടിറങ്ങിയത്. സ്വാഭാവികമായിട്ടും ലീഗ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വൈകിയത് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗത്തിന് തന്നെ അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം വന്നു. പോഷക സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്കും വന്നു.
ആ ഒരു ഘട്ടത്തിലാണ് ലീഗ് ശക്തമായ പ്രതികരണവുമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം അനുമോദ്, ഈ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ആരാണ് എന്നുള്ളത് സഭകളാണ്. കത്തോലിക്ക സഭകളെ പോലെയുള്ള സഭകളാണ് എന്ന് സംശയമില്ല. അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പള്ളുരുത്തി സ്കൂളിൽ മാത്രമാണ് ഒരു പ്രശ്നം ഇത്തരത്തിൽ ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹം വലിയ ചർച്ചയുമായി മുന്നോട്ട് പോവുകയും മറ്റും ചെയ്തത്. അതൊരു പരിധിവരെ അവസാനിക്കുന്ന ഘട്ടത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാവുകയും അത് വീണ്ടും വഷളാവുകയും ഇപ്പോൾ രണ്ട് വശവും രണ്ട് വിഭാഗവും, സ്കൂൾ മാനേജ്മെന്റ് ആകട്ടെ തട്ടമിട്ട് വരുന്ന അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് വരുന്ന കുട്ടിയെ ഒരു കാരണവശാലും അവിടെ പഠിപ്പിക്കില്ല, സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുള്ള യൂണിഫോം വേണമെന്ന് കടുംപിടുത്തം പിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. മറുഭാഗത്ത് കുട്ടിയെ ആ തരത്തിൽ പഠിപ്പിക്കും, പക്ഷേ കോടതിയുടെ തീരുമാനം വരട്ടെ, കോടതി ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. നേരത്തെ കോടതിയുടെ സമാനമായ കേസുകളിലെ വിധികൾ പലതുണ്ട്. ഇത് കണക്കിലെടുത്തുള്ള തീരുമാനമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിനിടയിലാണ് സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും SYS പോലെയുള്ള സമസ്ത സംഘടനകൾ, പോഷക സംഘടനകളുമായി ബന്ധപ്പെടുത്തലും ഒരു കാര്യമായി മുന്നോട്ട് പോകുന്നതെന്ന് പ്രസക്തമാണ്. സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും സമസ്തയുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഈ പ്രഖ്യാപനം. അത് ഏത് തരത്തിൽ ഈ വിഷയത്തെ കത്തിക്കാനിടയാകും എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അനുമോദ്. തീർച്ചയായും അത് മതസാമുദായിക മുസ്ലിം സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഐക്യപ്പെടുന്നു, ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഒന്നിച്ചുള്ള നീക്കമാകുമ്പോൾ ഇവിടെ മറുവശത്ത് വരുന്നത് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ക്രൈസ്തവ സംഘടനകളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളാണെങ്കിൽ ആ മാനേജ്മെന്റുകളുടെ സ്കൂളുകളുടെ പേരുകൾ പരസ്യപ്പെടുത്തുന്നതോടെ സ്വാഭാവികമായിട്ടും ഇത് രണ്ട് ചേരിയിലേക്ക് മാറും. ക്രൈസ്തവ സംഘടനകൾക്കെതിരെ മുസ്ലിം സംഘടനകൾ എന്ന തരത്തിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടും. അത് വലിയ തോതിൽ തന്നെ ഒരു സാമുദായികമായിട്ടുള്ള ഒരു വിള്ളൽ വീഴ്ത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ നിലവിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ക്രൈസ്തവ സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ പലപ്പോഴും ഈ തീവ്ര ശക്തികളുടെ നിലപാടാണ് പല സംഘടനകളും ഉന്നയിക്കുന്നതെന്നൊരു ആക്ഷേപം അവർ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർന്നത് തന്നെ ഒരുപക്ഷെ BJPയുടെ ഭാഗമായിട്ടുള്ളവരും രംഗത്ത് വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി പുറത്തുവിടുന്നതും ഈ സ്കൂളുകളൊക്കെ ഇസ്ലാമിക നിയമപ്രകാരം ഉള്ള വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാത്തതാണ് എന്നൊരു പ്രചാരം നടത്തുകയും ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ ഒരു ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ മുസ്ലിം സാമുദായിക സംഘടനകൾ നേരിട്ട് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നു എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ തുടരുക. ശ്രീ മുസ്തഫ മുണ്ടുപാറ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇപ്പോൾ പുതിയൊരു നീക്കം, അതെ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ ഒരു നീക്കം അതെന്ത് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ഇതപര്യന്തം ഇക്കാലം അത്രയും നടന്നു വരുന്ന ഒരു പൊതുവായൊരു നിലപാടുണ്ട്. വ്യത്യസ്ത മതസംഘടനകൾ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ പൊതുവായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതിന് വിഭിന്നമായി ഏതാനും ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കാസയുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതെയാക്കി പരസ്പരം വൈരമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏതാനും വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പൊതു സ്വഭാവമാണത്.